നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഫോണും അവരുടെ ഡിജിറ്റൽ വിവരങ്ങളും സംരക്ഷിക്കാനായി സഞ്ചാർ സാഥി ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൊണ്ടുവന്നിരുന്നു. അതിനെതിരെ കൊണ്ടുപിടിച്ച പ്രചാരണമാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും മതമൗലികവാദികളും എല്ലാം നടത്തിയത്. ഞങ്ങളെ, അതായത് പൗരന്മാരെ നിരീക്ഷിക്കാനായി നരേന്ദ്രമോദി ഏകാധിപത്യ രാജ്യത്ത് പോലും ഇല്ലാത്ത ഒരു നീക്കം നടത്തുന്നു എന്നാണ് ഇവരെല്ലാം പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇവർ ചെയ്യുന്നത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പുകൾക്ക് തങ്ങളുടെ ഡാറ്റ മുഴുവൻ യാതൊരുവിധ മുന്നൊരുക്കവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി നരേന്ദ്രമോദിക്ക് ഇവരെ നിരീക്ഷിക്കണമെങ്കിൽ അതിന് നരേന്ദ്രമോദിക്ക് സഞ്ചാർ സാഥി ആപ്പ് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിരീക്ഷിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതിന് ഇന്ത്യയുടെ ധാരാളം ആപ്പുകൾ നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തും ഇൻസ്റ്റാൾ ആയും ഒക്കെ വരുന്നുണ്ട്. അതുവഴി നരേന്ദ്രമോദിക്ക് ആരും അറിയാതെ അങ്ങനെ നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ലോജിക്കലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പല ആപ്പുകളും, ഈവൻ ട്രൂ കോളർ പോലെയുള്ള ആപ്പുകൾ പോലും നമ്മുടെ ഡാറ്റ ചോർത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തിടെ പുറത്തു വന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രോക്ക് എന്ന് പറയുന്നത് ഒരു AI ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഇന്ത്യക്കാരെല്ലാം ഗ്രോക്കിൽ ചാടി വീഴുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ChatGPT, ഗ്രോക്ക്, ഡീപ്സീക്ക് പോലുള്ള ആപ്പുകളിലേക്ക് ചാടി വീഴുന്നു. ഇപ്പോഴിതാ ലോകത്തിലെ മുൻനിര വ്യവസായി എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ AI ചാറ്റ്ബോട്ട് ഗ്രോക്കിനെതിരെ ഉപയോക്താക്കളുടെ വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ, സ്ഥലങ്ങൾ, കുടുംബ വിവരങ്ങൾ എന്നിവ ചോർത്തിയതായിട്ടുള്ള ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെതിരെ കേരളത്തിൽ ആരെങ്കിലും പ്രതിഷേധിച്ച് നിങ്ങൾ കണ്ടോ? കാണില്ല. കാരണം അത് കൊണ്ടുവന്നിരിക്കുന്നത് നരേന്ദ്രമോദിയല്ല. അതായത് സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും ഒരു ആപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചാടി വീഴും. എന്നാൽ അപ്പുറത്തിരിക്കുന്ന കണ്ടവന്റെ ആപ്പിലേക്ക് സ്വന്തം ഡാറ്റ എല്ലാം എടുത്തു കൊടുത്ത് ജീവൻ അപകടത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും. ഫ്യൂച്ചറിസം എന്ന സംഘടന പറഞ്ഞത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ചാറ്റ്ബോട്ട് ഗ്രോക്കിന് ഏതൊരു ഉപയോക്താവിന്റെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ കഴിയുമെന്നും അതൊരു സാഹചര്യത്തിലും പരസ്യമായി ലഭ്യമാകരുത് എന്നുമാണ്. ഫ്യൂച്ചറിസം എന്ന സംഘടനയുടെ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ഗ്രോക്ക് സെലിബ്രിറ്റികളുടെയോ സ്വാധീനമുള്ള ആളുകളുടെയോ വിവരങ്ങൾ ചോർത്തുക മാത്രമല്ല, സാധാരണ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുകയും അവരുടെ നിലവിലെ വീട്ടുവിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, കുടുംബ വിവരങ്ങൾ, ലൊക്കേഷൻ വിശദാംശങ്ങൾ എന്നിവ ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ട് അനുസരിച്ച് അടുത്തിടെ ഒരു ഉപയോക്താവ് ഗ്രോക്കിനോട് ബാർസ്റ്റൂൾ സ്പോർട്സ് സ്ഥാപകൻ ഡേവ് പോർട്ട്നോണിയുടെ വിലാസ വിശദാംശങ്ങൾ ചോദിച്ചു. ഗ്രോക്ക് അദ്ദേഹത്തിന് ആ വിവരങ്ങൾ നൽകിയതായി ആരോപിക്കുന്നു. ഫ്യൂച്ചറിസം അനുസരിച്ച് ഗ്രോക്ക് ഒരു സെലിബ്രിറ്റി അല്ലാത്ത വ്യക്തിയുടെ വിലാസം എളുപ്പത്തിൽ നൽകി. തന്റെ പരിശോധനയിൽ ഫ്യൂച്ചറിസം ഗ്രോക്കിന്റെ സൗജന്യ വെബ് പതിപ്പിൽ വിലാസങ്ങൾ പോലുള്ള ലളിതമായിട്ടുള്ള പ്രോംപ്റ്റുകളും നൽകുന്നുണ്ട്. പരിശോധിച്ച 33 റാൻഡം പേജുകളിൽ ചാറ്റ്ബോട്ട് 10 വീടുകളുടെ ശരിയായ വിലാസങ്ങൾ നൽകി. ആദ്യം ശരിയായ 7 ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലഹരണപ്പെട്ടതായി തെളിഞ്ഞു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയും പിന്തുടരാനും അവരെ കുഴപ്പത്തിലാക്കാനും കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.